ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ ദീപ്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദീപ്തി അതൊന്നും വിശ്വസിക്കുന്നില്ല. വേദ പറയുന്നുണ്ട്, ഇത്രയും അങ്ങനെ അടുപ്പോൾ നിന്നോട് മാത്രം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വിക്രമിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിക്രമിനോട് ഒരു ആത്മബന്ധം ഉണ്ടായിരിക്കും. വിക്രം അത് കേട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടാവും എന്നൊക്കെ പറയാണ് കേട്ടോ. പക്ഷേ ദീപ്തി അതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ വേദ പറയുന്നുണ്ട്, പുറമെ ഇപ്പോൾ കാണുന്ന പോലെയല്ല ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ നിന്നോട് മുഴുവൻ കാര്യങ്ങളൊന്നും പറയാൻ നിവൃത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ദീപ്തി പറയാണ്, ചേച്ചിയുടെ ഭർത്താവിനെ വെള്ള പൂശാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണോ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രമല്ല അത് ചെയ്തത്, അത് ഉടനെ ഞാൻ തെളിയിക്കും. ഇതിൽ നിന്നൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി, വിക്രമേട്ടൻ എവിടെയാണ് ഉള്ളതെന്ന് ചേച്ചിക്കറിയാം. ചേച്ചിയാണ് വിക്രമേട്ടനെ ഒളിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, നീ പറഞ്ഞത് സത്യമാണ്, വിക്രം എവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വിക്രമിൻ്റെ ഭാര്യ എന്ന നിലയിൽ മാത്രമല്ല, വിക്രമിന് വേണ്ടി കോടതിയിൽ ഹാജരാകാൻ പോകുന്ന വക്കീൽ എന്ന നിലയിലാണെന്ന് കൂടി പറയുകയാണേ. അപ്പോൾ വേദേച്ചി വിക്രമേട്ടനല്ല ഇത് ചെയ്തതെന്ന് വിശ്വസിക്കുന്നത് പോലെ വിക്രമേട്ടനാണ് ഇത് ചെയ്തതെന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്ന് പറയാം. അപ്പോൾ അത് ശ്രീയേട്ടനായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദീപ്തി ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ദീപ്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വിക്രം ചെയ്തതല്ല എന്ന് വിശ്വസിക്കുന്നില്ല കേട്ടോ. വേദ പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നീ വ്യക്തിപരമായൊരു നഷ്ടം സംഭവിച്ചിട്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റൂല. ആര് പറഞ്ഞാലും ഇപ്പോൾ നീ അത് ഉൾക്കൊള്ളാനും നിനക്ക് കഴിയൂല. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ കൂടുതലായിട്ട് എനിക്ക് പറയാനില്ല. വിക്രം അത് ചെയ്തിട്ടില്ല, അതെനിക്ക് 100% ഉറപ്പാണ്. ഉടനെ തന്നെ അത് വിക്രമിൻ്റെ ഉള്ള ഒരു നിരപരാധിത്വം ഞാൻ തെളിയിക്കും ഉറപ്പായിട്ടും എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ ദീപ്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ്, ഇതുകൊണ്ടൊന്നും വേദേച്ചിക്ക് എന്നെ വിശ്വസിപ്പിക്കാനാവില്ല. വരുണിനെ കൊന്നത് വിക്രമേട്ടനല്ല എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ദീപ്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വിശ്വനിങ്ങനെ വൈകുന്നേരം വരുമ്പോൾ വീട്ടിലിങ്ങനെ ആക്രമണമൊക്കെ നടന്നത് വിശ്വന് മനസ്സിലാവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ വരികയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അവർ വന്നിവിടെ ആകെ നശിപ്പിച്ചിട്ട് പോയല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, വിശ്വൻ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ ആ ശ്രീനിവാസിൻ്റെ അടുത്തായിരുന്നു, വല്ല വിവരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇരുന്നതായിരുന്നു. അച്ഛൻ കുറേ നേരമായി വിശ്വേട്ടൻ അന്വേഷിച്ചിരിക്കുന്നു, വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ട് പോവുകയാണേ. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും കമലാമ്മയും മാഷും ഒക്കെ വേഗം തന്നെ വരികയാണ് കേട്ടോ. എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുകയാണ് കമലാമ്മ. അപ്പോൾ ഞാൻ ശ്രീനിസാറിൻ്റെ അടുത്തായിരുന്നു ഇത്രയും നേരം, പക്ഷേ വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. വിക്രം ആദ്യം ഒളിച്ച് താമസിച്ചിരുന്നത് കടപ്പുറത്തുള്ളൊരു ഷെഡിലായിരുന്നു. പക്ഷേ അവിടെ വെച്ച് വിക്രമിനെ കാണാതായോ? അതെ, ആ സ്ഥലം വാസവൻ കണ്ടുപിടിച്ചു എന്ന് പറയാനിട്ട്. ഇത് കേൾക്കുമ്പോൾ കമലാമ്മയും മാഷും ആകെ ഞെട്ടാണ്. കണ്ടുപിടിച്ചു. എന്നിട്ട് പിന്നീട് അവൻ അവിടെ നിന്ന് കാണാനില്ല. രാജേട്ടനും ജോസഫ് അവിടെ ചെന്ന് നോക്കിയപ്പോഴേക്കും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ശ്രീനിസാറിന് പരിചയമുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റാനായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അപ്പോഴേക്കും വിക്രമിനെ അവിടെ നിന്ന് കാണാണ്ടായി എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനും വിഷമവും ഒക്കെ ആവുകയാണ്. അപ്പോൾ മാഷ് പറയാണ്, ഇത് ശ്രീനിസാറിന് അറിയില്ല എന്നുള്ളത് അയാൾ കള്ളം പറഞ്ഞതായിരിക്കും. ഉറപ്പായിട്ടും ശ്രീനിസാറിൻ്റെ കസ്റ്റഡിയിൽ തന്നെയായിരിക്കും വിക്രം, അതെനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയാണ് കേട്ടോ. എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതിനു മുമ്പും പല തവണ ഇതുപോലെ ഒളിച്ച് താമസിക്കേണ്ട സമയമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ ഒക്കെ സംരക്ഷിച്ചിരുന്നത് അയാൾ തന്നെയല്ലേ? അതുപോലെ തന്നെയായിരിക്കും. പക്ഷേ ഈ കേസിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അത് ആരോടും പറയാതിരിക്കുന്നതായിരിക്കും എന്ന് പറയട്ടെ. ഇനി വാസവൻ്റെ കസ്റ്റഡിയിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് വിനായകൻ ചോദിക്കുമ്പോൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇവിടെ കയറി വന്ന് ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. കമല, നീ വിഷമിക്കൊന്നും വേണ്ട, നീ പോയി കിടന്നോ. ഇത്രയും കാലം അവന് വേണ്ടിയിട്ട് നീ വിഷമിച്ചില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഉറപ്പുണ്ട് അവനത് ചെയ്തിട്ടില്ല എന്ന്. ആ സത്യം തെളിയിക്കപ്പെടും ഉറപ്പായിട്ടും. അവൻ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം പുറത്ത് വരുമ്പോൾ അവൻ വരും എന്ന് പറയട്ടെ. ശ്രീജ, നീ അമ്മനെ കൊണ്ട് കെടുത്താൻ പറയുമ്പോൾ കമലാമ്മ പറയുന്നത്, വേണ്ട മോളെ, ഞാൻ പോയി കിടന്നോളാം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് മാഷിൻ്റെ ഫോൺ റിങ് ചെയ്യുകയാണ്. അപ്പോൾ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ സാബു ആണ്. അപ്പോൾ എന്നിട്ട് സുധാകരൻ മാഷല്ലേടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതെ, ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനേ സ്റ്റേഷനിൽ നിന്നാണ് എന്ന് പറയട്ടോ. അപ്പോഴേക്കും കമലാമ്മനോട് മാഷിങ്ങനെ പൊക്കോളാനായിട്ട് ആംഗ്യം കാണിക്കുകയാണ്. കാരണം കുറച്ച് പ്രശ്നമുള്ള കാര്യമായിരിക്കുന്നു മാഷ്ക്ക് മനസ്സിലായത്. കമലാമ്മ കേട്ട് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ കമലാമ്മ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ മാഷോട് പറയാണ്, നിൻ്റെ 2 മക്കൾ അവിടെ ഇല്ലേന്ന് ചോദിക്കാൻ കേട്ടോ.
അപ്പോൾ അവരവിടെ തന്നെ ഉണ്ട്. എന്താ സാറേ ചോദിക്കുമ്പോൾ നാളെ നീ അവരെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വായോ, എന്താ കാര്യം അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം എന്ന് പറയുകയാണേ. അങ്ങനെ ശ്രീജ മാഷോട് ചോദിക്കുന്നുണ്ട്, അതെ അച്ഛൻ ശ്രീനി സാറിൻ്റെ അടുത്ത് വിക്രം ഉണ്ടെന്ന് പറഞ്ഞ സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യം ആണോ അല്ലേ എന്നുള്ളതല്ല, ഇപ്പോൾ കമലയുടെ മനസ്സ് വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. എന്തായാലും നാളെ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ വിനായകൻ ചോദിക്കും എന്തിനാണ് അച്ഛാന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ ശ്രീനി സാറിൻ്റെ അടുത്ത് ഉണ്ടെന്നുള്ള ഒരു ഉറപ്പൊന്നുമില്ല, വെറുതെ പറഞ്ഞതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം വിശ്വനും ശ്രീജയും കൂടിയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ വിക്രമിൻ്റെ കാര്യം തന്നെയാണ് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നാലും ശ്രീനി സാറിൻ്റെ അടുത്ത് ഉണ്ടാവുമെന്നാണ് ഞാൻ അച്ഛൻ്റെ വാക്ക് കേട്ടപ്പോൾ വിശ്വസിച്ചത്. പക്ഷേ അമ്മനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ശ്രീജ പറയുകയാണ്, അതെ ഒരു പക്ഷേ വിക്രം വേദന കസ്റ്റഡിയിലുണ്ടെങ്കിലോ എന്ന് ചോദിക്കണ്ടേ. വേദനയെന്ന് ചോദിക്കട്ടെ. അതെ ചിലപ്പോൾ വേദയായിരിക്കും അവൾ സംരക്ഷിച്ചെങ്കിലോ. ഈ വീടിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുള്ളവളാണ് അവൾ. സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുന്നതിൻ്റെ ഒരു വില എനിക്ക് മനസ്സിലാക്കി തന്നതാണ് അവൾ. അപ്പോൾ വിശ്വം പറയും, അതുമാത്രമല്ലോ ഈ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ കാര്യങ്ങൾ ഓരോന്നും ചെയ്തിട്ടുണ്ട്, എന്നിട്ടല്ലേ അവൾ പോയത് എന്ന് പറയും കേട്ടോ. പക്ഷേ വിക്രം വേദന എടുത്തുണ്ടായിരിക്കാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെ വിശ്വം പറയാൻ കേട്ടോ. എന്തോ നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്തോ അങ്ങനെ തോന്നി എന്ന് പറയും കേട്ടോ. അതൊന്നും ചാൻസ് ഇല്ല. പിന്നെ എന്തായാലും വിക്രമിനെ കണ്ടുപിടിക്കാതെ ഒന്നും മുന്നോട്ട് പോകാനും പറ്റില്ല എന്നൊക്കെ വിശ്വൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം വേദയാണെന്നുണ്ടെങ്കിൽ കാട്ടിൽ വെച്ചിട്ട് വിക്രമിനെ രക്ഷിച്ചതും ഇഷിതരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് ഒരു കോൾ വരികയാണ് കേട്ടോ. അപ്പോൾ ഹലോ ആരാന്ന് ചോദിക്കുമ്പോൾ ഈശ്വരിയാണെന്ന് പറയട്ടോ. അപ്പോൾ ഇതേത് നമ്പറെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്പറുകൾ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ പുറത്തുനിന്നുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ വിക്രമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുകയാണ് കേട്ടോ. വിക്രമിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ പെയിൻ കില്ലർ കൊടുത്തിട്ടുണ്ട് വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആളുടെ മനസ്സിനാണ് വിഷം. മനസ്സിനോ എന്ന് ചോദിക്കട്ടെ. അതൊക്കെ നീ നേരിട്ട് ചോദിച്ചോ, ഞാൻ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ അടുത്ത് ഫോൺ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാ സംസാരിച്ചോ, പിന്നെ ഈ ഫോൺ കയ്യിൽ വെച്ചോട്ടോ ഇവിടുന്ന് പോകുന്നത് വരെ, ഇയാളെ ഫോൺ ഓൺ ചെയ്യൊന്നും വേണ്ടാന്ന് പറയുകയാണ്. അങ്ങനെ ആ ഫോൺ കയ്യിൽ വയ്ക്കുകയാണ്, വാങ്ങിക്കുകയാണ് കേട്ടോ വിക്രം. അങ്ങനെ വേദയോട് സംസാരിച്ച് തുടങ്ങാണ് കേട്ടോ. എന്താ വിക്രമാദിത്യ ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയും, ഉറക്കം വരുന്നില്ല, വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദനയൊന്നുമില്ല, പിന്നെന്താ ഉറക്കാത്തത് എന്ന് ചോദിക്കും കേട്ടോ. എന്തോ ഉറക്കം വരുന്നില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് സംസാരിച്ച് തുടങ്ങുകയാണ് കേട്ടോ. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വേദ പറയുകയാണേ, അതെ ഞാൻ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടിരിക്കുകയാണ്. എന്നെക്കുറിച്ചോ? എന്താ എന്നെക്കുറിച്ച് ആലോചിച്ചിരിക്കാനായിട്ട്? അല്ല, നിങ്ങളുടെ പൊട്ടത്തരവും മന്ദബുദ്ധിത്തരവും വിവരമില്ലായ്മയും എടുത്തുചാട്ടവും ഉണ്ടായുസും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെ നീ പിന്നെ വലിയ ബുദ്ധിമതി ക്ഷമാശീലയും എല്ലാതും ഉള്ള ഒരു നല്ല കുട്ടിയാണല്ലോ എന്നൊക്കെ പറയണം കേട്ടോ. ഓഹോ, ഇങ്ങനെയൊക്കെ സത്യം പറയുമ്പോൾ നിങ്ങളുടെ വാക്കിൽ നല്ല ദൃഢത ഉണ്ടല്ലോ. ഓഹോ, അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുത്തോ? ഞാനത് സത്യം പറഞ്ഞതൊന്നുമല്ല, അത് സത്യം തന്നെയാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. ചില സത്യങ്ങൾ കേട്ടാൽ എല്ലാവർക്കും അറിയില്ലേ എന്ന് പറയും കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച് തുടങ്ങുകയാണേ. എന്നിട്ടിങ്ങനെ ലാസ്റ്റ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതെ എന്നാൽ ഫോൺ വെച്ചോ, ഇനിയിപ്പോൾ തൽക്കാലം കിടന്ന് ഉറങ്ങിക്കോ, പിന്നെ പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ അധികം നേരം ഇങ്ങനെ ഉറക്കളിച്ചിരിക്കേണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ വിക്രം പറയും, ഫോൺ വെക്കില്ലേ അപ്പോൾ വേദ ചോദിക്കും, എന്താ? അല്ല എനിക്കങ്ങനെ ഉറക്കമൊന്നും വരുന്നില്ല എന്ന് പറയട്ടോ. ഓഹോ, അപ്പോൾ ഇപ്പോൾ ഫോൺ വെക്കാൻ പാടില്ല, സംസാരിച്ചുകൊണ്ടിരിക്കണം അല്ലേ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ അതെ എന്ന് പറയട്ടോ വിക്രം. അപ്പോൾ വേദ പറയും, എന്നാൽ പിന്നെ സംസാരിക്കാം, പക്ഷേ എന്തൊക്കെയോ സംസാരിക്കണം എന്നുണ്ട്, എനിക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് വിക്രം പറയാൻ. അത് നമ്മളിപ്പോഴത്തെ മൂഡ് മാറ്റാണ്ട് പറയട്ടോ. മൂഡല്ല മോഡ്, MODE മോഡ്. അതായത് എന്താ നീ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതെ, നമ്മളിപ്പോൾ വേറൊരു മൂഡിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ നല്ല സൗമ്യതയിലൊക്കെയാണ്, കൂൾ ആൻഡ് കാമായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ആംഗ്രി ആയിട്ട് സംസാരിച്ചാലേ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടം പോലെ സംസാരിക്കാനുണ്ടാവും. വിക്രമാദിത്യനും വേതാളവും, പഴയ വിക്രമാദിത്യനും വേതാളവും എന്ന് പറയട്ടോ. അയ്യോ വേണ്ട, അതിനെനിക്കിപ്പോൾ മൂടില്ല, തല്ലുപിടിക്കാനുള്ള അവസരമൊന്നും ഉണ്ടാക്കല്ലേ, എനിക്കതിന് ഇപ്പോൾ തൽക്കാലം താല്പര്യമില്ല എന്ന് തന്നെ വിക്രം പറയാം കേട്ടോ. അങ്ങനെ പിന്നെ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ഒരു പാട്ടിൻ്റെ ഒരു ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുകയാണ് കേട്ടോ. നടന്നും ഇരുന്നും കിടന്നും സോഫയിൽ ചെന്നിരിക്കുന്നുണ്ട്, അതുപോലെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. വിക്രമാണെന്നുണ്ടെങ്കിൽ പതുക്കനെ ആ കാലം വെച്ച് ഞൊണ്ടി താഴത്ത് ചെന്നിരിക്കുന്നുണ്ട്. ഒരുപാട് വേദനയുണ്ട്, പക്ഷേ എങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രണയത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്.
അപ്പം ഇനി നേരം വെളുത്തു ഫോൺ വെച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട്. വിക്രമൻ എന്ന് വെച്ചാൽ കണ്ണടച്ച് പ്രണയത്തോട് കൂടി വേദന ആലോചിച്ചിരിക്കുന്നത് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ പ്രമോ കാണിച്ചിട്ടുള്ളതിൽ വിക്രം ഒരു ദുസ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ ചാടി എഴുന്നേക്കുന്നതായിട്ടാണ് കേട്ടോ. അച്ഛനെ ആരോ കെട്ടിയിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു സ്വപ്നം കണ്ടിട്ട് വേദനയോട് വിളിച്ച് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റായിരുന്നു. സാബു വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തിയത് നിങ്ങളും നിങ്ങളുടെ മക്കളും കൂടിയിട്ട് വിക്രമിനെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ കയറ്റിയിട്ടിട്ട് 3 പേരെയും അടിച്ച് ഒരു ഇതാക്കുകയാണ് കേട്ടോ. വിശ്വനെയൊക്കെ കയറ്റി നിർത്തിയിട്ട് വടി വെച്ചിട്ട് അടിക്കുമ്പോൾ മാഷ അലറി വിളിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.